ഇന്ന് നമ്മൾ കാണാൻ പോകുന്നേ ഞാൻ ഭാരതീയൻ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു ചാണക സംഖ്യയില്ലേ അവന്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കാണാനിടണ്ടായി. ഈ വീഡിയോയിൽ ഇവൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന പൈസനെ കൊണ്ടാണ് കേരള സ്റ്റേറ്റ് മൊത്തമായിട്ട് വികസിച്ചു കൊണ്ടുവരുന്നത്. എന്നിട്ടും ഭക്തന്മാരെ പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവൻ വയറ്റോ കിളകിയ താറാവ് തൂർന്നത് പോലെ തൂറി നാറ്റുന്നത്. എന്തായാലും നമുക്കിന്ന് ഞാൻ ഭാരതീയൻ എന്ന് പറഞ്ഞ് നടന്ന് ചാണകം വാരിയെറിയുന്ന ഈ ഭാരതീയനെ കുറച്ച് മറുപടി കൊടുക്കാനുണ്ട്. കണ്ടു തുടങ്ങാം. ശബരിമല കൊണ്ട് മാത്രം നിലനിന്നു പോകുന്ന ഖജനാവാണ് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും. എങ്ങനെ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞ്? ശബരിമല കൊണ്ട് മാത്രം നിലനിന്നു പോകുന്ന ഖജനാവാണ് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും. ഇവനെ പോലുള്ള മൊണ്ണകളൊക്കെ ഇങ്ങനെയാണോ വിചാരിച്ചു വെച്ചിട്ടുള്ളത്? ശബരിമല കൊണ്ടാണ് നമ്മുടെ സർക്കാരിന്റെ ഖജനാവ് നിലനിന്ന് പോകുന്നതെന്ന്. ശബരിമലയിൽ നിന്ന് കിട്ടുന്ന പണം ഒരു വികസന പരിപാടിക്കും നടത്താൻ പറ്റില്ല എന്ന് നിന്നെ പോലുള്ള ചാണകേട്ടന്മാർക്ക് അറിയില്ലേ? ശബരിമലയിൽ നിന്ന് ദേവസ്വം ബോർഡിന്റെ ഖജനാവിലോട്ട് എന്തെങ്കിലും പണം വന്നിട്ടുണ്ടെങ്കിൽ അതെടുത്ത് സർക്കാരിന് വികസന പരിപാടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് അറിഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ പറഞ്ഞതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെയുള്ള കൊച്ചുകുട്ടികൾക്ക് പോലും അറിയുന്ന സംഭവമാണ്. ശബരിമലയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കിന് ചെലവാക്കാനുള്ള പണമല്ല, അത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് തന്നെയുള്ള പണമാണെന്ന്. എന്നിട്ട് നിന്നെ പോലുള്ള ആളുകളൊക്കെ എന്താണ് പറയുന്നത്? കേരള സർക്കാരിന്റെ ഖജനാവ് പോലും ശബരിമലയെ ആശ്രയിച്ച് നിൽക്കുന്നു. എന്താണ് പൊട്ടാ പറയുന്നേ? പുറകോട്ടായി പോകുന്നുണ്ടല്ലേ മൊണ്ണേ? അതെ. എന്തിനാണ് നിങ്ങൾ ഭക്തരെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കുമാൻ. എന്തിനാണ് ഭക്തന്മാരെ കേരള സർക്കാർ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അല്ലേ? എന്ത് ഉപദ്രവമാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ? 28,000 ആൾക്ക് മാത്രം പ്രവേശനം അനുവദിച്ചിട്ടുള്ള ഒരു സമയത്ത് 1.5 ലക്ഷം ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ വന്ന ജനങ്ങളെ നിയന്ത്രിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ട് തന്നെയാണ്. മനസ്സിലാക്കുക. നിന്നെ പോലുള്ള ചാണക സംഖ്യകൾക്കൊന്നും ഇതേപോലുള്ള സംഭവങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല എന്നറിയാം. എന്നാലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ചു നോക്ക്. കൂടുതൽ ആള് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആളെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് നമ്മൾ ഫസ്റ്റ് ദിവസം കണ്ടത്. ഇതേപോലെ ജനങ്ങളെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ തലയിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പോടാ ചാണകമേ. എന്തെങ്കിലും പറഞ്ഞ് സർക്കാരിനെ വിമർശിക്കാൻ നിൽക്കുന്നതിന് മുൻപ് ഞാനെന്താ ഈ പറയുന്നത് പൊട്ടത്തരമാണോ എന്നൊന്നും ചിന്തിച്ച് നോക്കിയിട്ട് സംസാരിക്കണ്ടേ? നീ പറയുന്നത് പൊട്ടത്തരമാണ്, മനസ്സിലാക്കണേ. നിങ്ങൾ കട്ടുമുടിച്ചോ 10 തലമുറയ്ക്കുള്ളത് കൂട്ടിക്കോ. പക്ഷെ അമ്പലത്തിന്റെ അടിത്തറ വരെ മാന്തിയുള്ള നിങ്ങളുടെ ഈ കക്കൽ അത് ഒരുപാട് കാലം ഉണ്ടാകില്ല. ഇവൻ പറഞ്ഞുകൊണ്ട് വന്നത് ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടിട്ടുണ്ടല്ലോ 3-4 പേര്. ആ സ്വർണം കട്ടത്തിന് കാരണക്കാര് ഇവിടെയുള്ള സർക്കാരിന്റെ എല്ലാ പ്രതിനിധികളും ആണെന്നാണ് പറഞ്ഞുകൊണ്ട് വന്നത്. ഇവനെ പോലുള്ള ആളുകളോടൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. എന്നാലും സഖാവ് ശിവൻകുട്ടിയെ പോലുള്ള ഒരാൾ പോലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന്. അതായത് ആരൊക്കെ അതിൽ പങ്കാളിയായിട്ടുണ്ട് അവരൊക്കെ വിടില്ല എന്ന് ശിവൻകുട്ടിയെ പോലുള്ള ഒരു വലിയൊരു നേതാവ് തന്നെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിന്നെ പോലുള്ള ആളുകൾ ഇത് സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ കിടന്ന് ചാണകം വാരി എറിയുന്നത് കാണുമ്പോൾ ചിരി വരുന്നുണ്ട്. ചിന്തിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് ഇതേപോലെയൊക്കെ പറയുന്നത്. ഇത് സർക്കാരിന്റെ ഭാഗത്ത് വന്ന വീഴ്ചയല്ല. കുറെ കള്ളന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ CPM-ലായത് മൊത്തത്തെ പാർട്ടിയെ ബാധിക്കാൻ പാടില്ല. അത്രേ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളൂ കേട്ടാ, മനസ്സിലാക്കട്ടാ. ഓരോ വർഷവും അയ്യപ്പ ഭക്തന്മാരുടെ ഭക്തിയും വിശ്വാസവും കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ വരുന്ന മാറ്റം വളരെ വലുതാണ്. എടാ, എത്ര വലിയ സമ്പദ്ഘടന മാറ്റം വന്നു കഴിഞ്ഞാലും അത് നമ്മുടെ പബ്ലിക്കിന് ചെലവാക്കാൻ പറ്റില്ല. അത് ആ ദേവസ്വം ബോർഡിന്റെ എന്തൊക്കെ സംഭവമുണ്ട് അതിനു വേണ്ടി മാത്രം വികസനത്തിന് വേണ്ടിയിട്ടാണ് ആ പണം എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവം ഒന്നല്ല ദേവസ്വം ബോർഡിന്റെ കയ്യിലുള്ള ഖജനാവ്. മനസ്സിലാക്ക് പൊട്ടാ. ഹൈന്ദവന്റെ വിശ്വാസങ്ങളെ ഇത്രയധികം താറടിച്ച് കാണിക്കുന്ന ഒരു സർക്കാർ ഇന്ത്യയിൽ വേറെ എവിടെയില്ല. ഇവിടെയുള്ള ചിന്തിക്കാൻ കഴിവുള്ള എല്ലാവർക്കും ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും. കാരണം ഇവൻ ഒരു ചാണക സംഖ്യയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. CPM-ന്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വിശ്വാസമുള്ളവർ വിശ്വാസത്തോടു കൂടി ജീവിക്കട്ടെ, അതേ സ്ഥാനത്ത് വിശ്വാസമില്ലാത്തവർ വിശ്വാസമില്ലാതെയും ജീവിക്കട്ടെ. അതാണ് അവരുടെ പോളിസി. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാര് ഇവിടെയുള്ള ഹൈന്ദവരെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് അത് വിശ്വസിക്കും? നിന്റെ കൂട്ടത്തിലുള്ള കുറച്ച് ചാണക സംഖ്യകളെ അത് വിശ്വസിക്കും, അല്ലാതെ വിവരമുള്ള ഒരാൾ പോലും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. അവരുടെ പോളിസി അങ്ങനെയാണ്. മതമുള്ളവർക്ക് വിശ്വസിക്കാം, മതത്തിൽ വിശ്വസിക്കാം, ഇല്ലാത്തവർ വിശ്വസിക്കാൻ വേണ്ട. അതാണ് അവരുടെ പോളിസി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പോളിസി ഏതാണ്? മനസ്സിലാക്ക്. ശബരിമലയിലെ വരുമാനം അപ്പാടെ വിഴുങ്ങുന്ന ഭരണ സംവിധാനം. നമുക്ക് വീഡിയോ നിർത്തി കളയാ. ഇവന്റെ വീഡിയോ കാണുന്ന ഓരോ സെക്കൻഡ് കഴിയുന്തോറും തലച്ചോറ്റിനകത്ത് ഒന്നുമില്ലാത്ത ആളുകൾ സംസാരിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. ശബരിമലയിലത്തെ പൈസ അപ്പാടെ വിഴുങ്ങുന്ന എടാ പൊട്ടാ, ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. ശബരിമലയിൽ നിന്ന് കിട്ടുന്ന പൈസ പബ്ലിക്കായിട്ട് ചെലവാക്കാൻ പറ്റില്ല, മനസ്സിലാക്കട്ടാ. മഹാകുംഭമേള വെറും ആൾക്കൂട്ടമാണെന്നും കുളിച്ചാൽ ചൊറി പിടിക്കും അതുകൊണ്ട് കുളിച്ചില്ല എന്ന് പറയുന്ന ആ വിനീത അടിമ. അത് പറഞ്ഞത് ശരിയല്ലേ? ഇവിടെയുള്ള ആളുകൾ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് കുംഭമേളക്കായിട്ടും പോയിട്ട് ആ വെള്ളത്തിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ? ചൊറി അവിടെ കേട്ടെ. കുഷ്ഠരോഗമാണ് ഏറ്റവും ചുരുങ്ങിയ രോഗമായിട്ട് വരിക. അതിനും വലുത് രോഗം വന്നിട്ടില്ലെങ്കിൽ അതിശയിക്കാനുള്ളൂ. അങ്ങനെയുള്ള സ്ഥലമാണ് കുംഭമേള നടന്ന സ്ഥലം, മനസ്സിലാക്ക്. എന്റെ ഇന്നത്തെ ദിവസം പോയി ഇവന്റെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്റെ വീഡിയോ ഇനി ഞാൻ ചെയ്യില്ലേ. അപ്പൊ ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കൂടിയോ. ബൈ 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 ബൈ.